നമ്മൾ പിന്നെ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചകിരിച്ചോറാണിത് അല്ലേ, കൊക്കോപീറ്റ്. ഇത് നമ്മൾ ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൈകളൊക്കെ ചീഞ്ഞു പോകാനും കേട് സംഭവിക്കാനും സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിലൊരു ആസിഡിറ്റി ഉണ്ടാവും. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലൊരു ആസിഡിറ്റി കളയാതെ എടുത്തിട്ടുണ്ടെങ്കിൽ തൈകൾ ചീഞ്ഞു പോകാനും ഒടിഞ്ഞു പോകാനും കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ആസിഡിറ്റി കളഞ്ഞെടുക്കുക എന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതുപോലുള്ള ഒരു വലിയ പാത്രം എടുത്തിട്ട് നമ്മുടെ ആ ചകിരി ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. ഓക്കെ, ഇതിലിങ്ങനെ പൊടിച്ചിടുകയോ അല്ലെങ്കിൽ അതേ കട്ടയാക്കിയിട്ട് ഇടുകയോ ചെയ്യും. ഇതുപോലെ ഒരു പൈപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇത് ശരിക്കൊന്ന് എല്ലാം കഴുകി എടുക്കുന്നത് പോലെ, അതായത് ഒലിച്ചു പോകാതെ നോക്കണം. വലിയ ഹോളുള്ള പാത്രത്തിലൊന്നും ഇടരുത്. ഹോളില്ലാത്തൊരു പാത്രത്തിൽ ഇതുപോലെ പൊടിച്ചിട്ടതിന് ശേഷം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കുതിർന്നതിന് ശേഷം പൊടിച്ചിട്ടോ നമ്മളിങ്ങനെ ഒന്ന് നനച്ചിടണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കണം. ബക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു വലിയ നെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട്, അതായത് വെള്ളം നമുക്ക് അതിൽ നിന്ന് വാർന്ന് പോകണം. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഇതുപോലത്തെ പച്ച നെറ്റ് അല്ലേ, ഇതേപോലത്തെ പച്ച നെറ്റൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സാധാ കിണറിൻ്റെ വല എന്താണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ മിക്സ് ചെയ്ത് ചകിരി ഉണ്ടല്ലോ ഇതിങ്ങനെ ഒരു പാത്രം കൊണ്ടോ കൈ കൊണ്ടോ കോരിയിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതുപോലെ നമ്മൾ ഈ ഒരു കൊട്ട നിറച്ചെടുക്കുക. ഞാനിപ്പോൾ കുറേ ചെയ്തു, അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റുള്ള ഒരു കൊട്ടയിൽ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഉണ്ടോ, അപ്പോൾ ഇത്രയും നമുക്ക് ഇത് നിറച്ചായിട്ടുണ്ട്. ഓക്കെ, നിറച്ചായിട്ടില്ല, നമ്മൾ ഇത്ര കയ്യിലുള്ളൂ. അപ്പോൾ അതാ വെച്ചിട്ട് ഇനി ഇതിങ്ങനെ ഒന്നുകിൽ നമ്മളിങ്ങനെ വെള്ളം ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് വെള്ളമൊക്കെ അടിയിലിങ്ങനെ ഒറ്റി വീഴുന്നത് നമുക്ക് കാണാം. അങ്ങനെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ സാധനം പിന്നെ നമ്മളിതാ ഇങ്ങനെ നിരത്തിയിടുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിങ്ങനെ നിരത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ ചകഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വെയിലോ അല്ലെങ്കിൽ 2 ദിവസത്തെ കാറ്റോ, പുറത്തെല്ലാം അകത്തിടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 2 ദിവസത്തെ കാറ്റോ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല അടിപൊളി വിഷങ്ങളും അസിഡിറ്റിയും ഒന്നുമില്ലാത്ത കിട്ടിയിലും ചകിരിച്ചോറ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ചകിരിച്ചോറ്. ഇതിൽ നീര് വറ്റിയതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ആവശ്യത്തിനനുസരിച്ച് മണ്ണും വളവും ചേർത്തിട്ട് നല്ല പോട്ടി മിക്സ് ആക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങളൊന്ന് കൃഷി ചെയ്ത് നോക്കുക. അതായത് ചെറിയ പച്ചക്കറികൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നവർ, ചെടികൾക്കൊക്കെ മണ്ണ് ഉപയോഗിക്കുന്നവരൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചെടികൾ എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും.